PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ കാലത്ത് 10 മണിക്ക് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം 2 ക്ലാസ്സുകളാണ് നമ്മൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തരുന്നത്. കാലത്ത് 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും. അപ്പോൾ 2 വീഡിയോയും കണ്ട് പ്രയോജനപ്പെടുത്തുക. കൂടാതെ എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ സബ്ജക്റ്റ് വൈസായിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോസും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു ഉദ്യോഗാർത്ഥികൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാലോ. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യത്തിന് നൽകിയ പേര്. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യം ഏതാണ്? മംഗൾയാൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി, മംഗൾയാൻ. ലോക മാതൃഭാഷാ ദിനം എന്ന ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21-നാണ്. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഓപ്ഷൻ ബി, മഹാരാഷ്ട്ര. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ശുഭയാത്ര 2015 പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ശുഭയാത്രയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ആണ് കേട്ടോ, മോഹൻലാൽ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഏത്? ഹിമാദ്രി. ഹിമാദ്രി. ദുർഗാപൂർ ഇരുമ്പുരുക്കു നിർമ്മാണശാലയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്ന വിദേശ രാജ്യം ഏത്? ദുർഗാപൂർ ഇരുമ്പുരുക്കു ശാലയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയത് ഓപ്ഷൻ ഡി, ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ. ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പശ്ചിമ ബംഗാൾ. ഓക്കെ, വെസ്റ്റ് ബംഗാളിലാണ് ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയാണ് വരുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ. മേഘാലയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ആണ് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം 2695 കേട്ടോ. 2695 ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏതു തരം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്? ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത്? തമിഴ്നാടിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഓപ്ഷൻ എ ആണ്, പ്രാവ്. അടുത്തത്, ഖേഡയിലെ പ്രസിദ്ധമായ കർഷക സമരം നടന്ന വർഷം എത്രയാ? ഓപ്ഷൻ എ 1918 ഖേഡയിലെ സമരം നടക്കുന്നത്. ഗുജറാത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ, ഗുജറാത്ത്. ഓക്കെ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. ഗാന്ധിജി. സതി എന്ന സാമൂഹ്യ ദുരാചാരത്തെ ചിത്രം വരച്ച പ്രശസ്ത ചിത്രകാരൻ ആരാണ്? സതി എന്ന് പറയുന്ന ദുരാചാരം ചിത്രമായി വരച്ച ചിത്രകാരനാണ് നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ഇന്ത്യൻ ദേശീയതയുടെ പിതാവായി അറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ദേശീയതയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്?
സുരേന്ദ്രനാഥ ബാനർജിയാണ് കേട്ടോ. സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഓപ്ഷൻ എ ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണമുള്ളത് ഭഗത് സിംഗിനാണ്. ഭഗത് സിംഗ്. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആരാണ്? പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന കൃതി രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് 1857 മീററ്റിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് JB കൃപലാനി ആയിരുന്നു. JB കൃപലാനി. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഏതാണ്? നാഗാലാൻഡ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം. ഓപ്ഷൻ എ 2010. എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത്? എത്രയാ മൗലിക കടമകൾ? എത്ര എണ്ണമാണ് ഉള്ളത്? ഓപ്ഷൻ സി 11. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ഓപ്ഷൻ എ VV ഗിരി. ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേ മാതരം അംഗീകരിച്ചതെന്ന്. വന്ദേ മാതരം അംഗീകരിച്ചത് ഓപ്ഷൻ ബി 1950 ജനുവരി 24 വന്ദേ മാതരവും ദേശീയ ഗാനം ആയിട്ടുള്ള ജനഗണമനയും അംഗീകരിച്ചത് 1950 ജനുവരി 24. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഓപ്ഷൻ എ ആണ് ഹോക്കി. പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ആരാണ്? പാർലമെന്റിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി പ്രധാനമന്ത്രിയാണ് കേട്ടോ. പാർലമെന്റിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രി. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്നത് ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ്. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യത്തെ വനിത. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിതയാണ് ആര്? പ്രതിഭ പാട്ടീൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. മലനാട്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ആസ്ഥാനം. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആലപ്പുഴ. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഓപ്ഷൻ ഡി ആണ്. ഏതാ? തൂതപ്പുഴ. അപ്പോൾ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ അത് തൂതപ്പുഴ. ആശ്രാം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാണ്? ആശ്രാം കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായൽ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ എ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ച രാജ്യമാണ് ചൈന. ഏറ്റവും കുറച്ച് ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല. ഏറ്റവും കുറച്ച് ദേശീയപാതകൾ കടന്നു പോകുന്നത് വയനാട് ജില്ലയിലൂടെയാണ്. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ജനസംഖ്യ കൂടുതലുള്ള ജില്ല ഓപ്ഷൻ ബി മലപ്പുറം. പയ്യോളി എക്സ്പ്രസ് എന്ന വിശേഷണമുള്ള കേരള കായിക താരം. പയ്യോളി എക്സ്പ്രസ് എന്ന വിശേഷണമുള്ളത് PT ഉഷയാണ്. PT ഉഷ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര്? നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ.
ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം എത്രയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് 1936. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ് കേട്ടോ, തോന്നയ്ക്കൽ. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആര്? അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്, ഗാന്ധിജി. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിക്കരയിലാണ്? മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പാ നദിക്കരയിലാണ് എന്നത് ഓർക്കുക, പമ്പാ നദി. ചേരമർ മഹാജനസഭ രൂപീകരിച്ചത് ആര്? ചേരമർ മഹാജനസഭ രൂപീകരിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ്, പാമ്പാടി ജോൺ ജോസഫ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കലാപവുമായി ബന്ധപ്പെട്ടാണ് വാഗൺ ട്രാജഡി നടക്കുന്നത്? വാഗൺ ട്രാജഡി നടക്കുന്നത് മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട്. തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന വർഷം എത്രയാണ്? ഓപ്ഷൻ ബി 1949 തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വരുന്നത്. 1.25 കോടി മലയാളികൾ എന്ന പ്രശസ്തമായ കൃതി ആരുടേതാണ്? 1.25 കോടി മലയാളികൾ എന്നത് EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. നെക്സ്റ്റ്, കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായ വർഷം. കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായ വർഷം 1998. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ്? ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്. ഒറീസയിലെ പ്രധാന തുറമുഖം ഏതാ? ഓപ്ഷൻ ഡി ആണ്, പാരദ്വീപ് ആണ് ഒറീസയിലെ പ്രധാനപ്പെട്ട തുറമുഖം, പാരദ്വീപ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ലക്നൌവിൽ സമരം നയിച്ചത് ആരാണ്? ലക്നൌവിൽ നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ, ബീഗം ഹസ്രത്ത് മഹൽ. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഓപ്ഷൻ എ ആണ്, ദാദാഭായ് നവറോജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ ആണ്, ബംഗാൾ. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ, പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്, ആത്മാറാം പാണ്ഡുരംഗ്. ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രം ഏത്? ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രം വന്ദേ മാതരം. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം നേരത്തെ നമ്മൾ കണ്ടു, ഓപ്ഷൻ ബി 1918. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ഓപ്ഷൻ എ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചത്. താഴെ പറയുന്നതിൽ പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം, പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശമാണ് ദാമൻ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഫസൽ അലി, ഫസൽ അലി. VP മേനോൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VP മേനോൻ പദ്ധതി നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൗരത്വ നിർവചനം നൽകിയ ചിന്തകൻ ആരാണ്? രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൗരത്വ നിർവചനം നൽകിയ ചിന്തകനാണ് അരിസ്റ്റോട്ടിൽ, അരിസ്റ്റോട്ടിൽ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാ? മാഡം ബിക്കാജി കാമയാണ് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത്. ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര്? നമ്മൾ റിലേറ്റഡ് ഫാക്ട്സിന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഭാരതമാത എന്ന് പറയുന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ്, അബനീന്ദ്രനാഥ ടാഗോർ. ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആദ്യത്തെ ഇന്ത്യൻ ദേശീയ പതാകയിൽ 8 താമരകളുണ്ട്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ് സൂചിപ്പിക്കുന്നത്. 8 താമരകൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ. ത്രിവർണ പതാക ദേശീയ പതാകയായി അംഗീകരിച്ച വർഷം, ത്രിവർണ പതാകയെ അംഗീകരിച്ചത് എപ്പോഴാ? 1947 അംഗീകരിക്കുന്നത്. 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന സുപ്രധാന നിയമം, 2005 നിലവിൽ വന്ന നിയമമാണ് ഏത്? ഓപ്ഷൻ സി വിവരാവകാശ നിയമം. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ദേശീയ വിദ്യാഭ്യാസ ദിനം ഓപ്ഷൻ എ ആണ്, നവംബർ 11. താഴെ പറയുന്നതിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഏത്? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഏത്? ഫ്രഞ്ച് വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം.
കേരളത്തിൽ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ധാതു കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ധാതുവാണ് മോണോസൈറ്റ്. കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ പരാമർശിക്കുന്ന വ്യക്തി ആരാണ്? കേരള സിംഹം എന്ന് പറയുന്ന നോവലിൽ പരാമർശിക്കുന്നത് പഴശ്ശിരാജയാണ് അല്ലെ, പഴശ്ശിരാജ. കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ജാതി സമ്പ്രദായം. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? മലബാർ ജില്ലാ കോൺഗ്രസ് പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആര്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ. വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാ? വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം യോഗക്ഷേമ സഭയാണ് കേട്ടോ, യോഗക്ഷേമ സഭ. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം? മലയാളി മെമ്മോറിയൽ വർഷം 1891. ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. അരുവിപ്പുറം ക്ഷേത്രം. കുഞ്ഞൻ പിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കുഞ്ഞൻ പിള്ള എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല, BEM, അതിന്റെ പ്രവർത്തന മേഖല എവിടെയാണ്? മലബാറിലാണ്. മലബാർ. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. ലക്ഷദ്വീപ് സമൂഹത്തിൽ ആകെ എത്ര ദ്വീപുകളാണുള്ളത്? ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം 36. കാക്രപ്പാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? കാക്രപ്പാറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് കാക്രപ്പാറ സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ കുറിച്യ കലാപം നയിച്ചതാര്? കലാപം നയിച്ചത് രാമനമ്പി. പാർലമെന്റിന്റെ ഇരുസഭകളും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാ? ലോക്സഭാ സ്പീക്കറാണ് സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ്? ജനഗണമന ബംഗാളി ഭാഷയിലാണ്. അതുപോലെ തന്നെ ദേശീയ ഗീതം ബംഗാളി ഭാഷയിൽ തന്നെയാണ്. ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏത്? ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ലോക ജലദിനം എന്ന ഓപ്ഷൻ ബി മാർച്ച് 22, ലോക ജലദിനം. വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 7ാം സ്ഥാനം. മഹാത്മാഗാന്ധിയെ കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ്? എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൻ. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയിലാണ്? കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം ജില്ലയാണ് കേട്ടോ. മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ. ഇന്ത്യയുടെ സമുദ്രതീരം കാത്തു സംരക്ഷിക്കുന്ന സേനാ വിഭാഗം. ഇന്ത്യയുടെ സമുദ്രതീരം കാത്തു സംരക്ഷിക്കുന്നത് ആരാണ്? കോസ്റ്റ് ഗാർഡ് ആണ് അല്ലെ, കോസ്റ്റ് ഗാർഡ്. വടക്കുകിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര്? വടക്കുകിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന പേരാണ് തുലാവർഷം. തെക്കു പടിഞ്ഞാറനാണെങ്കിലോ കാലവർഷം. താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദിയാണ് യമുന എന്ന് പറയുന്നത്. ബാക്കി പെരിയാർ, കാവേരി, മഹാനദി ഇതെല്ലാം ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ഓക്കെ.
അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. 100 മുൻവർഷ ചോദ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഡെയിലി നമ്മൾ ഇതിൻ്റെ സീരീസ് ഉണ്ട് കേട്ടോ. എക്സാം കഴിയുന്നത് വരെ കാലത്ത് 10 മണിക്ക് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും, ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ സീരീസും ഉണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സജഷൻസ് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്